കവിതയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പൊതുവെ പറഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആയ ഒരു നിമിഷത്തിൻ്റെ പ്രേരണയാവും അതിലുണ്ടാവുക. ഒരു നിമിഷം എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലത്തോടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കാം. ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ സാന്നിധ്യം അതിൻ്റെ പിന്നിലുണ്ടാവാം. നാം ആർജിച്ച അറിവുകൾ, നാം ചുവന്ന സങ്കടങ്ങൾ, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു ഉച്ചതിരിഞ്ഞ നേരത്ത് എഴുതിയ കവിതയാണ് വാക്കുകൾ. കവിതയുടെ പേര് വാക്കുകൾ. വാക്കുകൾ കുറച്ചക്ഷരങ്ങൾ, അതേ പഴയ അടുക്കുകല്ലുകൾ, കൈപ്പിടിയിലൊതുങ്ങുന്ന ചെറിയ ചില അസംസ്കൃത വസ്തുക്കൾ, സൂക്ഷ്മമായ പണിയിലൂടെ വലിയ നിർമ്മിതികളാകുന്നവ, മലകളിലെ ധ്വനി, ഇലകളിലെ കോറൽ, ഒരു ഹൈക്കു, ഒരു ഹിമഗണം, ഗുഹാചിത്രങ്ങൾ, യൗവനത്തിൻ്റെ പുറത്തെ ചുവരെഴുത്ത്, കടലാസിലേക്കൊഴുകുന്ന ഹൃദയം, മഷിയുടെ നനവുള്ള മനസ്സിൻ്റെ മരുപ്രദേശം, അർത്ഥങ്ങൾ കൊണ്ട് നിറയുന്നത്. ഒരേ വാക്കുകൾ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു, അന്തമില്ലാത്ത അത്ഭുതങ്ങൾ. ഒരേ നേരം ഉജ്ജ്വല സൗധങ്ങൾ തീർക്കുന്നു, ചാളയിലെ ജീവിതത്തിൻ്റെ ശബ്ദങ്ങളാകുന്നു. ശാന്തമായ നദി പോലെ വാണീ സരസ്വതി, പ്രകോപനപരമായ പടയൊരുക്കമായി ഗാർഗീ സംവാദം. വാക്കുകൾ ഇതിഹാസ യുദ്ധങ്ങളാണ്. ഉടമ്പടിയിലെ കയ്യൊപ്പ്, കല്ലായി വന്ന് തൂവലായി മടങ്ങുന്ന ജാലവിദ്യ, മഴ നനഞ്ഞ ശവക്കല്ലറയ്ക്ക് മുകളിലെ യാത്രാമൊഴി. വാക്കുകൾ വേനലിൻ്റെ മുള്ളുകൾ, അഗാധമായ മുറിവുകളും അദമ്യമായ ആഹ്ലാദങ്ങളും പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടങ്ങളും വെളിപ്പെടുത്തുന്നു. സന്ദർശകരില്ലാത്ത നീണ്ട ദിനങ്ങളിൽ വളരുന്ന ശൂന്യതയെ നിർവചിക്കുന്നു. മദ്യത്തോടൊപ്പം തൊട്ടുകൂട്ടി ചവറുപോലെ തുപ്പിക്കളയുന്നു. പറയാതെ മാറ്റിവെച്ച വികാരങ്ങളായി എല്ലുമുറിയുന്ന പണിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ക്രമമായി, കുന്തമുനയിൽ തേച്ച പ്രതികാരമായി, കടന്നു പോകുന്ന ഓരോ നിമിഷത്തിൻ്റെ മേലുമുള്ള ചാട്ടവാറടിയായി, അർത്ഥശൂന്യമായി എന്നാൽ കൃത്യമായി, പരിഹരിക്കാനാവാത്ത അപായമുണ്ടാക്കുന്ന രോഷമായി വാക്കുകൾ. വാക്കുകൾ അവ ഉപേക്ഷിക്കപ്പെട്ട സ്നേഹമാണ്, ചവറ്റുകൊട്ടയിലെറിയപ്പെട്ടത്. അധരങ്ങളിലെ അവ്യക്ത ചലനങ്ങൾ, നാറാണത്തു ഭ്രാന്തൻ്റെ പിറുപിറുപ്പ്, ഇരുട്ടിലെ തേങ്ങലിൻ്റെ ശബ്ദം, പാട്ടിൻ്റെ ആത്മാവ്, നിറയെ ഓർമ്മകളുള്ളത്. നാം അവയെ പെറുക്കിയെടുക്കാൻ ശ്രമിക്കുന്നു, ഉടഞ്ഞ പാത്രത്തിൻ്റെ പൊട്ടിയ കഷണങ്ങൾ പോലെ കോണിലൊരിടത്ത് മാറ്റിവെക്കുന്നു കൂട്ടിച്ചേർക്കുവാനായി. മറ്റൊന്നുമില്ലാത്തപ്പോഴും അവയുണ്ട്, നമ്മുടെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ട്, ഘനമേറിയ രാപ്പകലുകളിൽ നമ്മെ ഉന്തി നീക്കിക്കൊണ്ട്, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മെ പൊന്തിച്ചു കിടത്തിക്കൊണ്ട്.